നമ്മുടെ അന്നം മുടക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ, അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അതായത് ഈ കുറച്ച് നാളുകൾക്ക് മുൻപൊക്കെ സപ്ലൈകോയിൽ നിന്ന് 25 രൂപയ്ക്ക് നമുക്ക് നല്ല അരി കിട്ടുമായിരുന്നു. ഒപ്പം തന്നെ റേഷൻ കടയിൽ നീല വെള്ളക്കാടുകാർക്കൊക്കെ കുറഞ്ഞ വിലയിൽ നല്ല അരി കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ അരി നമ്മൾ കൊടുക്കുന്നത് ഈ FCIയിൽ നിന്ന്, അതായത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണിൽ നിന്ന് നേരിട്ട് ടെൻഡറിൽ പങ്കെടുത്ത് അരി വാങ്ങിയായിരുന്നു നമ്മളത് കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്തിനും സംസ്ഥാനത്തിൻ്റെ ഏജൻസിക്ക്, അതായത് സപ്ലൈകോ പോലുള്ള ഏജൻസികൾക്കും ടെൻഡറിൽ പങ്കെടുക്കാൻ വീണ്ടും അനുമതി നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതായത് നമുക്കിപ്പോൾ സംസ്ഥാനത്തിനിപ്പോൾ FCIയിൽ നിന്ന് അരി വാങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. അത് വിലക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് പിൻവലിക്കണം, ഇത് സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. പക്ഷേ അതിനുള്ള മറുപടി വന്നത് അരി മാർക്കറ്റിൽ, അതായത് FCIയിൽ നിന്ന് വാങ്ങാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വീണ്ടും പറയുന്നത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഷീജ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം പല തരത്തിലാണ് നമ്മളെ കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ അന്നം മുടക്കിയിട്ട് അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? കാരണം നമുക്കറിയാം, നമ്മൾ ഈ FCIയിൽ നിന്ന് അരി ടെൻഡറിൽ പങ്കെടുത്ത് അരി വാങ്ങി വില കുറച്ച് സപ്ലൈകോയിലൂടെയും റേഷൻ കടയിലൂടെയും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ അരി വാങ്ങാൻ നമ്മളെ അനുവദിക്കുന്നില്ല കേന്ദ്ര സർക്കാർ. സംസ്ഥാനം പലതവണ ആവശ്യപ്പെട്ടിട്ടും കടുത്ത നിലപാട് തുടരുകയാണ്. ഇപ്പോൾ പീയൂഷ് ഗോയൽ കേന്ദ്രമന്ത്രി അരി വാങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിന്. ഇവരെന്താണ് ചെയ്യുന്നത്? മനു, കേന്ദ്രത്തിന്റെ നടപടികളിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പ്രത്യേകിച്ചും ദുരന്തകാലത്ത്, പ്രളയകാലത്ത് പോലും നമുക്ക് അരി നൽകിയതിൽ പണം ചോദിച്ചവരാണ് കേന്ദ്രം എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ നടപടിയിൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ ഇത്തരത്തിൽ സംസ്ഥാനത്തെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിക്കുന്ന നടപടികൾ അത് തുടരുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇതിനകം തന്നെ എത്രത്തോളം ആണ് നമുക്ക് കേരളത്തിന് നൽകേണ്ട തുക എന്നുള്ളത്. വിവിധ ഫണ്ടുകൾ മുഖേന, അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികൾക്ക് നൽകേണ്ട തുക, വായ്പ വെട്ടിച്ചുരുക്കി, അങ്ങനെ അത്തരത്തിലുള്ള നടപടികൾ തുടരുന്നൊരു പശ്ചാത്തലത്തിൽ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കുറച്ചെങ്കിലും തുക നൽകാൻ വേണ്ടി കേന്ദ്രം സമ്മതിച്ചിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ അരിയുടെ വിഷയം കൂടി ഇപ്പോൾ വരുന്നത്. പ്രത്യേകിച്ചും മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് കേന്ദ്രം നൽകുന്ന ഒരു അരിയുടെ വിഹിതമുണ്ട്. അത് 14 ലക്ഷം ടൺ എന്നുള്ളതാണ്. അതിൽ നിന്നും മതിയായ രീതിയിൽ സംസ്ഥാനത്ത് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അരി വിതരണം ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ അരിക്ഷാമം ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി സംസ്ഥാനം ഉപയോഗിച്ചിരുന്നത് സംസ്ഥാനത്തെ FCI ഗോഡൌണുകളിൽ എത്തുന്ന അരി, അത് പൊതുവിപണന പദ്ധതി പ്രകാരം ഓപ്പൺ ടെൻഡറിൽ പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികളായിട്ടുള്ള സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ് എന്നിവയാണ് ഈ അരി അവിടെ നിന്നും ടെൻഡറിൽ പങ്കെടുത്ത് വാങ്ങിക്കൊണ്ടിരുന്നത്. 29 രൂപയ്ക്ക് വാങ്ങുകയും അത് കൺസ്യൂമർ ഫെഡ്, സപ്ലൈകോ എന്നിവ മുഖാന്തരം 23 രൂപയ്ക്കും 24 രൂപയ്ക്കുമായിട്ടാണ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. അത്തരത്തിൽ ജനങ്ങൾക്കൊരു ആശ്വാസം പകർന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ നവംബർ മുതൽ ഇത്തരത്തിൽ ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ ഏജൻസികൾക്ക് അനുമതിയില്ല എന്നുള്ളത് കേന്ദ്രം അറിയിക്കുന്നത്. പക്ഷേ സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഭക്ഷ്യമന്ത്രി തന്നെ നിരവധി തവണ നേരിട്ട് ദില്ലിയിലെത്തി കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയലുമായി അടക്കം നേരിട്ട് ചർച്ചയും നടത്തിയിരുന്നു. സംസ്ഥാനത്ത് വലിയ തോതിൽ അരിക്ഷാമം നേരിടുന്നുണ്ട് എന്നുള്ള വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷേ അപ്പോഴും ഈ ഒരു സമീപനത്തിൽ സംസ്ഥാനത്തെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനവും സ്വീകരിക്കാൻ കേന്ദ്രം തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് മനു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വീണ്ടും സംസ്ഥാനത്തിന്റെ ഒരു കത്ത് പീയൂഷ് ഗോയലിന് സംസ്ഥാനത്തെ ഭക്ഷ്യമന്ത്രി GR അനിൽ അയച്ചിരുന്നു. അതിൽ സംസ്ഥാനത്ത് അരിക്ഷാമമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ടെൻഡറിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അനുമതി സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികൾക്ക് നൽകണം എന്നുള്ളത് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അത്തരത്തിലൊരു ഗുരുതര സാഹചര്യം കേരളത്തിലില്ല. അതുകൊണ്ട് അത്തരത്തിൽ ഈ ടെൻഡറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കത്തെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സംസ്ഥാനത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ജനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അരി നൽകുന്നത് അത് മുട്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പോലും കേന്ദ്രം തുടരുന്നൊരു നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ടതും മനു. ശരി.
ശരി ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. നോക്കൂ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുകയാണ് ഒരു കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനത്തെ. കാരണം പാകിസ്ഥാൻകാരോട് കാണിക്കുന്നതിനേക്കാൾ വലിയ ക്രൂരതയാണ് കേന്ദ്രം നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളും ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന ചിന്ത പോലും ഇല്ലാതെ ഒരു കേന്ദ്രം ഇങ്ങനെ പ്രവർത്തിക്കുന്നു. അതിപ്പോൾ ഏതൊക്കെ മേഖലയാകട്ടെ, സാമ്പത്തിക വിഷയമാകട്ടെ, അതല്ലെങ്കിൽ ക്ഷേമ പദ്ധതികളുടെ കാര്യമാകട്ടെ, ഏത് മേഖലയാണെങ്കിലും കേരളത്തെ ഏത് വിധേനയും ഞെരുക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഇവിടെ എന്താ സാധാരണക്കാരന് കുറഞ്ഞ വിലയിൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന അരിയിലടക്കം ഇടപെട്ടുകൊണ്ട് അതിൻ്റെ വിതരണം തടയുന്നൊരു സാഹചര്യമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. സ്വാഭാവികമായും ഇത് രാഷ്ട്രീയമായും നിയമപരമായും ഒക്കെ തുറന്നു കാട്ടപ്പെടേണ്ട വലിയൊരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുൻപിലുള്ളത്.